അപ്പോൾ വെൽക്കം ബാക്ക് ടു വെർട്ടിക്കൽ റൂട്ട്സ്. നമ്മൾ വെർട്ടിക്കൽ റൂട്ട്സിൻ്റെ കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്കറിയാം, നമ്മൾ NJPയിൽ വന്നു, ഡാർജിലിംഗ് വന്നു, ഡാർജിലിംഗ് കാഴ്ച കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഗാങ്ടോക്കിൽ വന്നു. ഗാങ്ടോക്കിൽ വന്നിട്ട് നമ്മൾ നാഥുല പാസ് പോയി, മഞ്ഞും അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മൾ അന്ന് രാത്രി നമ്മൾ MG മാർഗിലെത്തിയില്ലാണ്. MG മാർഗിൻ്റെ വീഡിയോകൾ, MG മാർഗിലെ സുന്ദരികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇന്ന് ഈ 2025 മെയ് 17 നമ്മൾ MG മാർഗിൽ കൊണ്ടുപോകുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാങ്ടോക്ക് എന്ന ഈ നഗരത്തിൻ്റെ ഹൃദയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, MG മാർഗ്, അതായത് മഹാത്മാഗാന്ധി മാർഗ്. ഗാന്ധിജിയുടെ ഒരു പ്രതിമയൊക്കെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. എന്താണ് MG മാർഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം ഷോപ്പുകളുണ്ട്. പ്രാദേശികമായ സിക്കിമീസ് കരകൗശല വസ്തുക്കളടങ്ങിയതും ഡ്രസ്സുകളടങ്ങിയതുമായ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, കഫേകൾ, ബാങ്കുകൾ, അതുപോലെ സിക്കിം ടൂറിസം വകുപ്പിൻ്റെ ഓഫീസുകൾ, അങ്ങനെ ധാരാളം ഒരു ഷോപ്പിംഗ് ഏരിയ കൂടിയാണ് ഈ MG മാർഗ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. വാഹന പ്രവേശനമില്ലാത്ത ഗാങ്ടോക്കിലെ ഒരേ ഒരു റോഡ് MG മാർഗാണ്. ഗാങ്ടോക്കിലെ സ്വദേശികളും അതുപോലെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളും എല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലം ആണ് ഈ MG മാർഗ്. ഇപ്പോൾ ഇവിടെ കുറേ ടെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ സിക്കിം എന്ന സംസ്ഥാനത്തിൻ്റെ 50ാം വാർഷികം ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മേളകൾ കൂടി ഈ MG മാർഗിൽ നടക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും ഇതിലൂടെ അങ്ങനെ വെറുതെ നടക്കുന്നത് തന്നെ ഒരു രസമാണ്. ഗാങ്ടോക്കിൽ വന്നു കഴിഞ്ഞാൽ MG മാർഗ് കാണാതെ, അതും വൈകുന്നേരങ്ങളിൽ വരണം. MG മാർഗിൽ രാത്രി ലൈഫ്, ഇവിടുത്തെ MG മാർഗിൻ്റെ നൈറ്റ് ലൈഫ് ഒരു അടിപൊളി വൈബാണ്. നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വന്ന് ഇരുന്ന് സൊറ പറഞ്ഞിരുന്ന് അതൊരു രസമാണ്. അതാണ് ഈ MG മാർഗിൻ്റെ പ്രത്യേകത. ഷോപ്പിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് നമുക്ക് കുറഞ്ഞ പൈസക്ക് ആദായക്കോള് കിട്ടുന്ന സ്ഥലമാണ് എന്നുള്ളൊരു വിചാരമാണ്. അങ്ങനെ വിചാരിച്ചിട്ട് MG മാർഗിലേക്ക് വരണ്ട. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ. കുറച്ചുകൂടി പോഷ് ഏരിയയാണ് MG മാർഗ് എന്ന് പറയാം. 2019 ഇറങ്ങിയ ഒരു നേപ്പാളി സിനിമ ഹാജർ ജുനി സമ്മ എന്ന് പറയുന്ന ഒരു നേപ്പാളി സിനിമയിൽ MG റോഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. MG റോഡൈമ എന്നൊരു പാട്ടൊക്കെ ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ഇതിൽ കാണിക്കാം. ആ സിനിമയിലെ പാട്ട് സീൻ ഇതാണ്. പക്ഷേ ആ പാട്ട് കാണിക്കാൻ നിർവാഹമല്ല, കാരണം അത് കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നുണ്ട്. ഞാനൊന്ന് ചെയ്തു നോക്കി, പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് കേൾപ്പിക്കാൻ മാർഗ്ഗമില്ല. ഒരു നേപ്പാളി സോങ്ങാണ്. പാട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഈ ഒരു പാട്ട്. പക്ഷേ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ ഗാങ്ടോക്കിൽ വരുന്നവർ തീർച്ചയായിട്ടും MG മാർഗ് കാണാതെ പോകരുത്. ഇപ്പോൾ ഞങ്ങളിന്ന് വന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട്, ഈ സമയത്ത് മഴയായതുകൊണ്ട് കുറേ കടകൾ ഇല്ല. എന്നാലും ഒരു നല്ല രസമാണ് നമ്മുടെ MG മാർഗിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ MG മാർഗിൻ്റെ മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്താണ്. വീണ്ടും ഒരു ചെറിയ വീഡിയോ അല്ലേ? അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കണം. നാളെ ഞങ്ങൾ ഇവിടുന്ന് ഗാങ്ടോക്കിൽ നിന്ന് ലാച്ചനിലേക്ക്, നോർത്ത് സിക്കിമിൻ്റെ വീഡിയോകൾ കഴിഞ്ഞ നമ്മളെ വീഡിയോകളിലൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കാഴ്ചകളാവും. നോർത്ത് സിക്കിമിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗുരുദോങ്മാർ ലേക്ക് ഒക്കെ നമ്മൾ കാണാണ്ട് നാളെ ലാച്ചനിൽ പോയിട്ട് ലാച്ചനിൽ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ലാച്ചനിൽ നിന്ന് ഗുരുദോങ്മാർ പോയിട്ട് ഗുരുദോങ്മാർ കണ്ടിട്ട് നമ്മൾ ലാച്ചുങ്ങിലേക്ക് വരും. അതിൻ്റെ പിറ്റേ ദിവസം ലാച്ചുങ്ങിൽ നിന്ന് നമ്മൾ യുംതാങ് വാലിയും അതുപോലെ 0 പോയിൻറ്റും കണ്ടതിന് ശേഷം തിരിച്ച് ഗാങ്ടോക്കിലേക്ക്. ഇത് ഇത്രയാണ് നമ്മുടെ പ്ലാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നാളെ നമ്മൾ ലാച്ചനിലേക്ക് പോകുന്ന വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുദോങ്മാറിൻ്റെ മറ്റു വീഡിയോകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗാങ്ടോക്കിൻ്റെ ചെറിയൊരു ഡ്രോൺ വീഡിയോ കൂടി ഉൾപ്പെടുന്നുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു.